ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രകാരം മയക്കുമരുന്ന് ലഹരി മാഫിയയുടെ അടിവേരിറക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് പോലീസ് നടപ്പിലാക്കി വരുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ജില്ലാ പോലീസ് അതിശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതേ തുടർന്ന് തെക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാനിയെ പത്തനംതിട്ട പെരുന്നാട് പോലീസ് ഉത്തര കന്നഡയിലെ അങ്കോളയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ച് 10 വടശ്ശേരിക്കരയിൽ നിന്നും പശ്ചിമബംഗാൾ സ്വദേശിയായ 24 പർഗാനാസ് ജില്ലയിൽ ഹബ്ര നോർത്ത് എന്ന സ്ഥലത്ത് ബസന്ത ബിശ്വാസ് മകൻ ബുദ്ധദേവ് ബിശ്വാസ് എന്നയാളെ 30 ഗ്രാമോളം MDMAയുമായി പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ഇയാൾക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് കർണാടകയിലെ ഉത്തര കന്നഡ അങ്കോള എന്ന സ്ഥലത്ത് താമസിച്ചു വന്നിരുന്ന എൽസീന സനാറ്റൻ സൗസ എന്ന യുവതിയിലേക്ക് അന്വേഷണം എത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ നർക്കോട്ടിക് സെൽ DVSP പ്രകാശ് KSന്റെയും റാന്നി DVSP സ്റ്റുവർട്ട് കീലറിൻ്റെയും മേൽനോട്ടത്തിൽ പെരുന്നാട് ഇൻസ്പെക്ടർ SHO R റോയിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ സംഘം അങ്കോളയിലെത്തി മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാനിയായ യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരായ വിജീഷ്, രാഹുൽ, ഗൗരി എന്നിവരും ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. MDMA പോലെയുള്ള അതിമാരകമായ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നവരെയും കച്ചവടം നടത്തുന്നവരെയും മാത്രമല്ല ഇത് കേരളത്തിലേക്ക് കടത്തുന്നവരെയും കണ്ടെത്തുകയും അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അത്തരം സംഘങ്ങളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയുമാണ് ലക്ഷ്യമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.